നിഖില, കുട്ടികൾ ഈ പരിസരത്ത് തന്നെ ഉള്ളവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കുടുംബം ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഈ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ എത്ര പരിചയമുള്ള പ്രദേശമാണെങ്കിലും ഈ കാലാവസ്ഥ, മഴക്കാലം, പാറകളിൽ വഴുക്കലുണ്ടാകുന്ന സമയം, പെട്ടെന്ന് ഒഴുക്ക് വർദ്ധിക്കുന്ന അവസ്ഥ, ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണം എന്ന് ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അധികൃതരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് കൂടി ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ കുഞ്ഞുങ്ങളോട്, തീരെ ചെറിയ കുട്ടികളാണെന്ന് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുകയും ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും കൃഷിന, ഇക്കാര്യത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് വീട്ടിലെ രക്ഷിതാക്കളാണ് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത്. കാരണം കുട്ടികൾക്ക് ഈ അപകടത്തെക്കുറിച്ചോ ഈ അപകട സാധ്യതകളെക്കുറിച്ചോ അത്ര അറിവുണ്ടാകണമെന്നില്ല. സ്വാഭാവികമായിട്ടും അവധിയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും രക്ഷിതാക്കൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക. ഇന്നലെ ഇപ്പോൾ സ്കൂളിന് അവധിയായിരുന്നു ജില്ലയിൽ. ആ സമയത്ത് ജില്ലയിൽ കാര്യമായ മഴയുണ്ടായിരുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കുട്ടികൾ ഇത്തരത്തിൽ അടുത്തുള്ള ജലാശയങ്ങളിൽ കുളിക്കാൻ പോവുകയും ഒക്കെ അവിടുത്തെ ആഴമോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരുന്ന സാഹചര്യമുണ്ട്. അത് തീർച്ചയായും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ സംഭവ സ്ഥലത്തിന്, ഈ അപകടം നടന്ന സ്ഥലത്തിന് വളരെ അരികിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളുടെ വളരെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏറ്റവും പുതിയ ചിത്രങ്ങളടക്കം, കുട്ടികളുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളടക്കം ഒരു ഗോവണി ഇട്ടുകൊണ്ടാണ്. ഇപ്പോൾ കുട്ടികൾക്ക് അത്ര അടുത്തായതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ കൃഷ്ണ ഇപ്പോൾ തത്സമയം തന്നെ നമുക്ക് കാണിക്കാൻ കഴിയും. ആ കുട്ടികളുടെ വളരെ അരികിലേക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികളെ ഇപ്പോൾ രക്ഷിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫയർഫോഴ്സിന്റെ കയ്യിലുള്ള ഏറ്റവും അത്യാധുനിക ഗോവണി, അതായത് അവർക്ക് വളരെ വലുപ്പത്തിൽ നീട്ടാൻ കഴിയുന്ന ആ ഗോവണിയിലൂടെ കുട്ടികളെ ഞാൻ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടികളെ രക്ഷിച്ചു എന്ന തരത്തിലുള്ള ചില സൂചനകളും ഉണ്ടല്ലോ, അത് നമുക്ക് അതൊന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ? ആ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു കൃഷ്ണ. ഏറ്റവും പുതിയ വിവരം ആ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗോവണി, ഫയർഫോഴ്സ് സംഘത്തിന്റെ കൈവശമുള്ള ഗോവണി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നത്. വടം ഉപയോഗിച്ച് രക്ഷിക്കുന്നതിനേക്കാൾ ഫലപ്രദം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ മികച്ചൊരു ആശയം നടപ്പാക്കിയിരിക്കുന്നത്. 2 കുട്ടികളെയും രക്ഷിച്ചിരിക്കുന്നു. അത് ഈ ഗോവണി ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഫയർഫോഴ്സിന്റെ കൈവശമുള്ള അവർ ഈ ഉയരമുള്ള വലിയ കെട്ടിടങ്ങളിലൊക്കെ കയറാൻ ഉപയോഗിക്കുന്ന ഗോവണി ഉപയോഗിച്ചുകൊണ്ട് അത് കുട്ടികളുടെ അരികിലേക്ക് ആ ഗോവണി എത്തിക്കുന്നു. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. അങ്ങനെ കുട്ടികളെ ആ ഗോവണി വഴി ഇപ്പോൾ കരക്കെത്തിച്ചിരിക്കുന്നു. ആശ്വാസകരമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് അതാണ്. നമ്മൾ ഏതാനും നിമിഷം ആശങ്കയിലായിരുന്ന ആ 2 കുട്ടികളെയും ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്. ഒരു കുട്ടി ആ ഗോവണിക്ക് മുകളിലൂടെ കയറി നിന്നുകൊണ്ട് ഈ കരയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശ്വാസകരം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെങ്കിലും ഒരു സൂചനയാക്കണം, ഒരു മാതൃകയാക്കണം. ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, KCB ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപാട് ജോലികൾ അവർക്ക് ഈ മഴക്കാലത്ത് ചെയ്തു തീർക്കാനുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ സാഹസികത പ്രകടമാക്കാൻ നിന്നുകൊടുത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വെട്ടിലാകുന്നത് അവരാണ്, ഈ സർക്കാർ സംവിധാനങ്ങളാണ്. തീർച്ചയായും അവർക്ക് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇനിയും പ്രയാസത്തിലാക്കരുത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് അവരെ രക്ഷിച്ചത് എന്നുള്ളത്. ഈ ഒരു ഗോവണി, ഫയർഫോഴ്സിന്റെ കയ്യിലുള്ള വലിയ ഗോവണി ഈ കുട്ടികൾക്ക് അരികിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ അതിൽ കയറ്റി നിർത്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. 2 പേരെയും കരക്കെത്തിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത്. കൃഷ്ണ, പാലക്കാട് ചിറ്റൂർ പുഴയിൽ അകപ്പെട്ട 2 കുട്ടികളെയും ഫയർഫോഴ്സ് ടീം എത്തി രക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച 4 പേർ, ഒരു കുടുംബത്തിലെ 4 പേർ കുടുങ്ങി. അതേ സ്ഥലത്താണ് ഇന്നും കുട്ടികൾ കുടുങ്ങിയത്. മഴക്കാലമായതിനാൽ അതീവ ജാഗ്രത വേണ്ട സമയമാണ് എന്ന് ജില്ലാ അധികൃതരും സർക്കാരും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നിടത്താണ് കുട്ടികൾ ഈ സമയത്ത് മീൻ പിടിക്കാനിറങ്ങിയത്. നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഈ സമയത്ത് കുട്ടികളെ വിടാൻ പാടില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് വയറ്റിൽ തീ ആളുന്നത്, എല്ലാം വളരെ ശരിയാണ്. കാരണം ഇത്തരം ഒരവസ്ഥയിൽ നിഖിൽ പ്രമേഷ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ദൈനംദിനമായി ചെയ്യേണ്ട എല്ലാ ജോലികളും ചെയ്യേണ്ടവരാണ് ഈ KCBയിലും ഫയർഫോഴ്സിലും ഇതേപോലെയുള്ള ടീമുകളിലൊക്കെ ഉള്ളവർ. അതിനപ്പുറമായി ഇത്തരം ഒരു ജാഗ്രതയും ഇല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്ന ചില അപകടങ്ങളിൽ കൂടെ അവർ ഇടപെടേണ്ടി വരുമ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. എന്തായാലും ആശ്വാസ വാർത്തയാണ്, കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു.